കാണുന്നത് ഇവിടെ നിർണായകമായ ഒരു രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലമാണ്. നമുക്ക് ഇവിടെ ഈ കണക്ടിവിറ്റിയുടെ ഒക്കെ പ്രശ്നമുണ്ടായതുകൊണ്ടാണ് തത്സമയ ദൃശ്യങ്ങൾ കാണിക്കാൻ പറ്റാത്തത്. പക്ഷേ നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ച ഒരു ദുരന്ത ഭൂമി, പുഴ മുഴുവൻ എടുത്ത് സംഹാര താണ്ഡവമാടിയ ഒരു ഭൂമി. ആ ഭൂമിയിൽ കുറേയേറെ മനുഷ്യർ ആ മണ്ണിനടിയിൽ ജീവനുണ്ടോ എന്ന് പരിശോധിക്കുന്ന കാഴ്ചയാണ്. വലിയ മരങ്ങൾ കടപുഴകി വീടുകൾക്ക് മുകളിൽ വീണ് കിടക്കുന്നു. അതുപോലെ കോട മഞ്ഞ് നിറയുന്നു, മഴ പെയ്യുന്നു, വീണ്ടും പുഴ ശക്തിയായി ഒഴുകി വരുന്നു. ഇപ്പോൾ ഇതുവരെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ദൗത്യ സംഘങ്ങൾ പറയുന്നത് ഈ ചൂരൽമല വില്ലേജ് ഓഫീസിന്റെ പിൻവശത്ത് നിന്ന് മാത്രം ഇന്ന് 26 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തിട്ടുള്ളത്. ഇപ്പോഴും മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ആ മരങ്ങൾക്കിടയിൽ ജീവനുള്ള മനുഷ്യരുണ്ടോ എന്ന് അന്വേഷിക്കുന്നു അവിടുത്തെ രക്ഷാപ്രവർത്തകർ. അതീവ ദുഷ്കരമായ രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. നമുക്കിപ്പോൾ ഫോണിലൂടെ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയ ആൾക്കാരുടെ പ്രതികരണങ്ങൾ കേൾപ്പിച്ചാൽ കുറച്ചുകൂടി വ്യക്തത വരും. ഇവിടെ എന്തായാലും നിങ്ങൾ വരുമ്പോൾ അവസ്ഥ? ഞങ്ങൾ വരുമ്പോൾ പുലർച്ചെ മേപ്പടി എത്തിയിട്ടുണ്ട്. പോലീസുകാർ ബ്ലോക്ക് ചെയ്തിട്ട് മണിക്കൂറുകൾ അവിടെ നിന്നതിന് ശേഷമാണ് അവിടുന്ന് ഞങ്ങൾ കടത്തി വിട്ടത്. അതിനുശേഷം നെല്ലിമുണ്ട പാലത്തിന്റെ അടുത്ത് വീണ്ടും മണിക്കൂറുകളോളം ഞങ്ങൾ അവിടെ ബ്ലോക്ക് ചെയ്ത് വിട്ടതാണ്. അവിടെ ബ്ലോക്ക് ചെയ്തതാണ്. അവസാനം പോലീസുമായിട്ട് വാക്കേറ്റമുണ്ടായതിനു ശേഷമാണ് ഞങ്ങൾ വണ്ടിയെടുത്ത് പോവുക എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കടത്തി വിട്ടത്. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ രക്ഷാപ്രവർത്തനം ഉണ്ടായിരുന്നില്ല. ഇല്ല, ഇന്നലെ ഞങ്ങൾ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഈ വില്ലേജ് ഓഫീസിന്റെ പുറകുവശത്തായിട്ട് ഞങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നും ഞങ്ങൾ ഇങ്ങോട്ടാണ് വന്നത്. പക്ഷേ വേറെ ഒരു പോയിസോ കാര്യങ്ങളോ ഒന്നും, ഒരു മീഡിയ പോലും ആദ്യമായിട്ടാണ് ഇവിടെ എത്തുന്നത് ഒരു പ്രദേശത്തേക്ക്. ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തിയപ്പോൾ എത്ര മനുഷ്യരെയാണ് കണ്ടെത്തിയത്? ഇന്ന് ഏഴോളം ആളുകളെ ഇവിടുന്ന് ബോഡി എടുത്തു. ഇന്നലെ കൂടിയായിട്ട് 30-ൽ കൂടുതൽ ആളുകളെ മൊത്തമായിട്ട് ഈ ഭാഗത്ത് ഈ ചെറിയൊരു ഭാഗത്ത് ഒരു കൃഷിയിടമായിരുന്നോ വീടുകളുള്ള സ്ഥലമായിരുന്നോ? വീടുകൾ പക്ഷെ കാപ്പിത്തോട്ടമായിരുന്നു. പക്ഷെ ഒരു താഴ്ന്ന പ്രദേശമൊന്നുള്ളതിൽ വെള്ളം പഞ്ചായത്ത് മൊത്തമായിട്ട് ഇങ്ങോട്ട് അടിച്ചു കയറ്റിയതാണ്. അപ്പം ഇന്നിപ്പോ 7 ശരീരങ്ങൾ കണ്ടു. ഇവിടെ മനുഷ്യരാരെങ്കിലും ജീവനോടെ ഉണ്ടോ? ജീവനോടെ കിട്ടിയിട്ടില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. അതിനുള്ള സാധ്യതയുണ്ടോ? കാരണം ഇവിടെ നമ്മൾ കാണുമ്പോൾ തന്നെ പേടിച്ചു പോവാണ്. ഏകദേശം 10 അടിയിൽ കൂടുതൽ ഹൈറ്റിൽ കിടക്കുകയാണ്. ഇതിനകത്ത് കാണാൻ പറ്റും അത്യാവശ്യം മരങ്ങളുണ്ട് എന്നുള്ളത്. ഷാജു ഈ ഓഡിയോയ്ക്കൊപ്പം ആ ദൃശ്യങ്ങൾ കൂടി കാണിച്ചു. പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ ചൂരൽമല വില്ലേജ് ഓഫീസിന്റെ പിൻവശത്തെ ഈ ദൃശ്യങ്ങൾ മാധ്യമത്തിലൂടെ കാണുന്നത്. അത് നമുക്ക് വിവരിക്കാൻ കഴിയില്ല. അവിടെ നോക്കൂ, ആ മനുഷ്യർ റെയിൻകോട്ടുകളിട്ട് ജീവനുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. ആ മരങ്ങളുടെ ശവകൂപാരത്തിനിടയിൽ അത്രയേറെ മരങ്ങൾ കടപുഴകി വീണിരിക്കുന്നു. കാപ്പിത്തോട്ടമാണ്. ആ കാപ്പിത്തോട്ടത്തിന്റെ മുകളിലാണ് മനുഷ്യർ നിന്നിട്ട് അവിടെ അത്രയും ചെളി വീണിരിക്കുന്നു. നമുക്ക് ഷാജു നമുക്ക് ഈ പ്രതികരണത്തിലൂടെ പോകണം. നിങ്ങൾ പിൻവശത്തെ ഈ ദൃശ്യങ്ങൾ ഒരു മാധ്യമത്തിലൂടെ കാണുന്നത്, അത് നമുക്ക് വിവരിക്കാൻ കഴിയില്ല. അവിടെ നോക്കൂ, ആ മനുഷ്യർ റെയിൻകോട്ടുകളിട്ട് ജീവനുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. ആ മരങ്ങളുടെ ശവകൂപാരത്തിനിടയിൽ അത്രയേറെ മരങ്ങൾ കടപുഴകി വീണിരിക്കുന്നു. കാപ്പിത്തോട്ടമാണ്. ആ കാപ്പിത്തോട്ടത്തിന്റെ മുകളിലാണ് മനുഷ്യർ നിന്നിട്ട് അവിടെ അത്രയും ചെളി വീണിരിക്കുന്നു. നമുക്ക് ഷാജു നമുക്ക് ഈ നിങ്ങൾ ഇവിടെ ഇന്നാണോ രക്ഷാപ്രവർത്തനം? അല്ല, ഇന്നലെ രാവിലെ 7 മണിയോടുകൂടി ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെ ബ്ലോക്കിന്റെ കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഗവൺമെന്റിന്റെ ഒരു ആൾക്കാർ കൊടുക്കുന്നുണ്ടായില്ല. രക്ഷാപ്രവർത്തകരുമായിട്ട് മൊത്തത്തിൽ നമ്മളെ സാധാരണ ഓരോ സ്ഥലത്തിന്റെ ആൾക്കാർ മാത്രമല്ല, ഒരു സഹായം ഔദ്യോഗികമായി കിട്ടുന്നില്ല. പോലീസ് ഒരു സേന ഇങ്ങോട്ട് എത്തുന്നത് ഇന്നുമായിട്ട് ഇന്നലെ 26 ബോഡി അടക്കം ഞങ്ങൾ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതില് നമ്മുടെ ഇവിടെ ഇവരുണ്ട്, ഒമേഗ ഇവരുണ്ട്. അവരാണ് ഏറ്റവും കൂടുതൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന ആൾക്കാർ.